എന്നെ പഠിപ്പിച്ച ടീച്ചർ, ദേവിക ടീച്ചർ, ആ ടീച്ചർക്ക് എൻ്റെ പാട്ട് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്. ആ മാപ്പിളപ്പാട്ട് പാടിയാൽ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം എന്നെ സ്വന്തമാണ് ടീച്ചർ എനിക്ക് കൊടുത്തത്. அது ஒரு 12 மணி ஆகும்போது மத்தியான சாப்பாடு அது எனக்கு தருவா. அது தயிர் எல்லாம் அது பார்த்தா நமக்கு பிடிக்காது, ஆனால் அது சாப்பிட்டா നമുക്ക് നല്ല പിടിക്കും. അതെല്ലാം അങ്ങനെയാണ്. മലയാളത്തിൽ പറയും, ഒരു എന്താ പറയുക, ഒരു നേഴ്സിനെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു നേഴ്സ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അതിന് ചെക്കപ്പ് എന്ന് പറയും. പക്ഷേ നേഴ്സിനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അത് പിക്കപ്പ് എന്ന് പറയും. അത് രണ്ട് വ്യത്യാസമാണ്. രണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത് എന്ന പോലെയാ. പക്ഷെ ഈ പാട്ട് ടീച്ചർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. ആ പാട്ട് ഈ ഇന്തൂറിൽ നമ്മ മാപ്പിള സോങ്னு சொல்லுவாங்க, மாப்பிள பாட்டு. അതൊരു പാട്ട് പാടി കൊടുത്താൽ എനിക്ക് മധ്യാഹ്ന சாப்பாடு கரெக்டாக கிடைக்கும். அந்த பாட்டு பாடுறதுக்கே எனக்கு வாய்ப்பே கிடைக்கல. கடவுளை, நான் സാറുക്കാക 2 സാറ് ഉட்காந்துருக்கேன், ഉங்களுக்காக நான் പാടുறேன். ഏറ്റവും കൂടുതൽ പാടുന്ന ആൾക്കാർ മൈക്കാണ് എല്ലാ കലാകാരന്മാരും രക്ഷപ്പെടുത്തുന്നത് അല്ലേ? എല്ലാ കലാകാരന്മാരും. ഒരാൾ നടന്നു പോകണ സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ, ഒരു കുതിര പോകണമെങ്കിൽ തന്നെ ഈ ശബ്ദം തന്നെ. ഒരു പടക്കം പൊട്ടാണെങ്കിൽ സ്വന്തം തൊണ്ടേന്ന് വരണം. ഒരാൾ നടന്നു വരണമെങ്കിൽ തന്നെ ഒരു ഡോറ് മുട്ടണമെങ്കിൽ അതും നമ്മുടെ സ്വന്തം സൗണ്ടിൽ തന്നെ വരണം. അപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദത്തോണ്ട് രക്ഷപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികളാണ് ഇനി മുന്നിരിക്കുന്നത്. എന്തൊക്കെ ശബ്ദത്തിൽ പാടി. ഞങ്ങളുടെ താജ്മഹളാ ദാസാറ്. സത്യം SP സാറ് ശബ്ദം പിടിച്ചു അത്രയും ഇതിൽ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോഴും എങ്ങനെ പറയണം എന്നറിയാം. അതുകൊണ്ട് കൊതികൊണ്ട് പറയണം കേട്ടോ, വേറൊന്നും തോന്നരുത്. എന്തായാലും ഈ ഗാനം നമുക്ക് കേൾക്കാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലോ ഏറെ പീരീഷത്താൽ ചൊല്ലിയിടുന്നു വസലാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലോ ഏറെ പീരീഷത്താൽ ചൊല്ലിയിടുന്നു വസലാം. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്? എൻ മിഴികൾ തൂകും കാണുവാൻ ആരുണ്ട്? എൻ കരൽ വേദന കണ്ണീരതു കണ്ട് എങ്ങനെ ഞാൻ ഉറങ്ങും? ഉറങ്ങിയാലോ എങ്ങീനുറക്കം വരും? അതുകൊണ്ടിരിക്കെ ഉടനടിക്കൊരു മറുപടി തന്ന് സങ്കേതം തീർത്തിടണേ. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. ദാസേട്ടൻ ചിലപ്പോൾ സിനിമയിൽ പാടാണെങ്കിൽ ഒരു പാട്ട് ഒരു ദിവസം പാടുള്ളൂ തോന്നുന്നു അല്ലേ? പക്ഷെ 16 പാട്ടൊന്ന് ഞാൻ പാടി തീർത്ത ആളാ. അയ്യപ്പ ഭക്തിഗാനം ഒറ്റ സമയവും കൊണ്ട് പാടി തീർത്തിട്ട് വന്ന എൻ്റെ ശബ്ദം മൊത്തം അടഞ്ഞിരിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു. ദൈവത്താണ്, ഈശ്വരനാണ്, അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പനെ ഓർക്കുന്ന ആളാ ദാസേട്ടൻ. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട മണി പറഞ്ഞായിരുന്നു, ശ്രുതി വിട്ട് ഞാൻ പാടില്ല എന്ന്. ഇതൊരു സത്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മണി ഏറ്റവും മനസ്സിൽ ധ്യാനിക്കുന്ന അമ്മയെയാണ്. മാതാ, പിതാ, ഗുരു, ദൈവം ഇതെല്ലാം ഉണ്ടെങ്കിലും ശ്രുതി മാതാ
പിത ലയ. ഇത് രണ്ടും അനുഗ്രഹമുള്ള കുട്ടികൾക്ക് മാത്രമേ ശ്രുതി ചേർന്ന് പാടാനും ശ്രുതി ലയത്തിൽ, അതായത് താളത്തിൽ ലയിച്ച് പാടാനും ഉള്ള അനുഗ്രഹം കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തെളിവ് തന്നെ അച്ഛനും അമ്മയെയും അങ്ങേയറ്റം സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കലാകാരനാണ്. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഒരിക്കലും ബോധം കെട്ട് വീഴില്ല. കാരണം അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണെന്നുള്ള പേര് കേട്ട ആളാണ് ഞാൻ. അങ്ങനെ ഒരു പേര് ഉണ്ടാക്കാൻ ഈ കേരളത്തിൽ ഒരു നടനും പറ്റില്ല. അതെനിക്ക് മാത്രമേ പറ്റുള്ളൂ. മലയാള സിനിമയ്ക്ക് സൗന്ദര്യം വേണ്ടെന്ന് തെളിയിപ്പിച്ച രണ്ട് വ്യക്തി, ഒന്ന് ശ്രീനിവാസൻ ചേട്ടനും പിന്നെ ഞാനാ. നിറത്തിലൊന്നും കാര്യമില്ല. കാരണം ഞാൻ ഏത് സ്ഥലത്ത് പോയാലും 4 കാലി വീഴുന്ന ആളാ. അത് ഒരു പൂച്ചയുടെ ജന്മ എന്താണെന്നറിയില്ല. എവിടെ പോയാലും അതിന് ഉദാഹരണം ഞാൻ എല്ലാ വേദികളിലും ഞാൻ പറയാറുള്ളതാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ SP സാർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫർ ചെയ്ത് തരും സാറിന്. കാരണം ഏറ്റവും ആദ്യം ഗൾഫ് പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നു. അന്ന് നമ്മുടെ നടൻ ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യർ, നമ്മുടെ നാദിർഷയുടെ ഭാര്യ, പിന്നെ ഞാൻ, എൻ്റെ സ്വന്തം ഭാര്യ. എനിക്ക് ഒരെണ്ണമുള്ളൂ, അതുകൊണ്ടാണ്. വേറൊന്നും തോന്നരുത്. ഒരു ഭാര്യയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ വിസ അടിക്കാൻ വേണ്ടി നിൽക്കണേ. ഇപ്പം ഈ വിസ അടിക്കാൻ നിന്നപ്പോൾ ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിർഷ ഒന്ന് സഹായിക്കണം. നീ മാത്രമേ ഞങ്ങളുടെ കൂടെ മുസ്ലിം ആയിട്ടുള്ളൂ. അസ്സലാം വലൈക്കും സലാം ഫലക് ദമാം എന്നൊക്കെ പറയാൻ നിനക്കറിയുള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. നാദിർഷ പറഞ്ഞു, എടാ അത് വല്ല കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവനെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി. നാദിർഷ, അതിൻ്റെ ബാക്കിൽ ഇവൻ്റെ ഭാര്യ ദിലീപിൻ്റെ ഭാര്യ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്വന്തം ഭാര്യ. എല്ലാവരും നിൽക്കുക. അപ്പം നിൽക്കുമ്പോൾ ഈ നാദിർഷയുടെ വിസ നോക്കിയിട്ട് അറബി ചോദിച്ചു, അറബി ചോദിച്ചു. അപ്പം നാദിർഷ പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുണ്ടാവാൻ? ഇവനറിയില്ല അറബി. നേരെ അറബി പറഞ്ഞു, നേരെ മാറ്റി നിർത്താൻ പറഞ്ഞു. ഇവനും മാറ്റി, ഇവന്റെ ഭാര്യനും മാറ്റി. അടുത്ത് ദിലീപിന്റെ ബസ് നോക്കി, അതേപോലെ തന്നെ എനിക്കും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെന്ന്. അവനോടും പറഞ്ഞു, ഈ സത്യമീ ഫ്രാൻ അഹമ്മദി. ലാസ്റ്റ് ഞാനാണ് കേട്ടോ. എന്നെ കണ്ടപ്പോ തന്നെ ഈ അറബിക്ക് ഒരു കള്ള ലക്ഷണം. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഈ രൂപവും, എൻ്റെ അച്ഛൻ കറുത്താളായി പോയി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റാ? ഒരു കള്ളന്റെ ഫീൽ എനിക്ക്. എന്നെ കണ്ടപ്പോ എന്നെ അറബി എടുത്തിട്ട് വെച്ചു. 3 പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ടാള് സദ്യമീ ഫ്രായന. അവരുടെ അടുത്ത് അത്രയും ചോദ്യം ചോദിച്ചില്ലേടാ, എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, സദ്യമ ഫ്രാഹൻഡി. ഞാൻ പറഞ്ഞു, വലത്രഹമേ ഫ്രഹാനാഥ. അപ്പന്നടിച്ചു. അപ്പ തന്നെ വിസടിച്ചു. അല്ല, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. വല്ല നൂർത്തിനെ ശരിയാക്കി തരൂ. ആ അറബിക്ക് എന്റെ വിഷമം മനസ്സിലായി എന്നുള്ളതാ. ഞാൻ ഈ വിസ അടിച്ചു പോകുമ്പോൾ ഈ അറബി താടിക്കുക എടുത്തോണ്ട് എന്ത് പണ്ടാറാണ് ഈ പന്നിയുടെ മോൻ പറഞ്ഞ്. ഈ അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയാന്നാ. അവിടെ 4 കാലിൽ വീണ് വന്ന ആളാ ഞാൻ. സത്യമായിട്ട് ദൈവം എന്ന് പറഞ്ഞൊരാള് കൂടെ കൊണ്ടുകിടക്കുന്ന ആളാ. ആരെ അങ്ങോട്ട് എഴുതി വിട്ടൊരു പേനോണ്ട് എൻ്റെ തലയിൽ ആരോ ഒന്ന് വരച്ചു എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നുമില്ല. അതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങളൊന്നുമില്ല. ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാലും, ഇന്നത്തെ നമ്മുടെ ദേവരാജൻ മാസ്റ്ററെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാലും, എൻ്റെ ഇതിലൊന്നല്ല എനിക്ക് ഏറ്റവും സന്തോഷം. 2 ആളിവിടെ ഇരിക്കുന്ന ഈ 2 വ്യക്തികളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഒരു ഉമ്മ 2 ആൾക്ക്. താങ്ക് യു വെരി മച്ച്. അതിൽ കൂടുതൽ വേറൊന്നുമില്ല. സന്തോഷം.